അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പോലീസുകാരെല്ലാം കൂടി ചന്ദ്രയെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അതേസമയം അർച്ചനയും ദീപ്തിയും കൂടി അവിടെ എത്തുകയാണ്. അവിടെ എത്തിയതിന് ശേഷം ചന്ദ്ര വളരെ ദയനീയ അവസ്ഥയിൽ അർച്ചനയെ നോക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ചുറ്റുപാടും എല്ലാവരെയും നോക്കുന്നുണ്ട്. കാരണം ജഗദീഷ് വക്കീൽ മാത്രമേ ഉള്ളൂ, വിജയശങ്കറെ കാണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചന്ദ്ര ഇങ്ങനെ നോക്കുകയാണ്, എവിടെ വിജയേട്ടൻ എവിടെയെന്നിങ്ങനെ നോക്കുകയാണ്. അതേസമയം അർച്ചന പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ചന്ദ്രേ, നിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സഹതാപമുണ്ട്. പക്ഷേ നീ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ, അതിനുള്ളതാണ് നിനക്ക് കിട്ടിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അർച്ചന ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചന്ദ്ര ഒന്നും മറുത്ത് പറയണില്ല. ഭയങ്കരമായ വിഷമത്തോട് കൂടിയിട്ടാണ് ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അതേസമയം വിജയശങ്കർ ആണെങ്കിൽ ഉറക്കത്തിലായിരിക്കും. പകരം ജഗദീഷ് വക്കീലാണല്ലോ വാദിക്കാൻ വന്നിരിക്കുന്നത്. അതേസമയം കോർട്ടിൽ കയറുകയാണ്. കോർട്ട് കയറിയിട്ട് അർച്ചനയും ദീപ്തിയാണ് അവിടെ ഉണ്ടാകുക. ചന്ദ്രയ്ക്കാണെങ്കിൽ വിജയശങ്കറിനെ കാണാതെ തന്നെ ഭയങ്കര സങ്കടത്തിലാണ്. അച്ചുവും അവിടെയുണ്ട്. അതേസമയം ജഗദീഷ് വക്കീലും അർച്ചനയാണ് വാദിക്കാൻ വരുന്നത്. അപ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് അറിയാം ഏതായാലും വിജയേട്ടൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ജഗദീഷ് വക്കീലിനോട്. പക്ഷേ അയാൾ ഉത്തരവൊന്നും പറയുന്നില്ല. ജഗദീഷ് വക്കീൽ ആദ്യം തന്നെ ജഡ്ജിയുടെ അടുത്ത് പറയുകയാണ് കേട്ടോ, ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലീസുകാരനും ഇവരും ഭയങ്കര ബന്ധമാണ്, പെങ്ങളുടെ ഭർത്താവാണ് എന്നിങ്ങനെ ജഡ്ജിയോട് പറയുകയാണ്. അതുകൊണ്ട് രക്തബന്ധത്തിലുള്ളവരാണ് ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടോ. അതേസമയം കോടതി അത് ശരിവെക്കുകയാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതേസമയം അർച്ചന എടുത്തിട്ട് കൊടയുകയാണ് കേട്ടോ. ജഗദീഷ് വക്കീലിനെ അർച്ചന കൊടഞ്ഞ് ഒരിക്കലും ചന്ദ്രയ്ക്ക് ജാമ്യം കിട്ടില്ല കേട്ടോ. ചന്ദ്രയെ വീണ്ടും റിമാൻഡ് ചെയ്യുകയാണ്. അങ്ങനെയാണ് കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് വിജയശങ്കറിനെ ബോധം വരികയാണ് കേട്ടോ. വിജയശങ്കറിൻ്റെ ബോധം വരുമ്പോഴാണ് അയ്യോ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വിജയശങ്കർ പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് പോവുകയാണ് കേട്ടോ. കോടതിയിലേക്ക് പോകുമ്പോഴായിരിക്കും അവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ചന്ദ്ര വിജയശങ്കറിനെ രൂക്ഷമായിട്ടാണ് നോക്കുന്നത്. വിജയശങ്കറിന് എന്താ പറ്റിയെന്നുള്ളത് ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെയാണ് പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?